ഞാനതാ ഞങ്ങളിതാ കടൽ ഹാഫ് മൂൺ ബീച്ചിൽ കടലിലൂടെ യാത്ര ചെയ്യാണ്. എൻ്റെ സ്പീഡ് കോട്ടില്ലേ? എങ്ങനെയുണ്ട് കല്ല് എക്സ്പീരിയൻസ്? കൊള്ളൂല. കല്യാണിക്ക് പേടിയാണ്. കല്യാണി കണ്ടില്ലേ, പേടിച്ച് അനങ്ങട പോലും ഇല്ല, അനങ്ങാതിരിക്കുകയാണ്. പക്ഷെ നല്ല സൂപ്പറായിട്ടോ, നല്ല അടിപൊളി. ഇന്നത്തെ ഈ യാത്ര പ്ലാൻ ചെയ്തപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന്. സാധാരണ ഒരു യാത്ര പോലെ തന്നെ വെറുതെ ഒന്ന് ബീച്ചിലൊക്കെ പോയി കടൽ തിരകളുടെ കൂടെ കുറച്ചു നേരം ഒന്ന് കളിച്ച് ചിരിച്ച് ഒക്കെ തിരിച്ചു വരുമെന്നാണ് കരുതിയത്. പക്ഷെ ഈ യാത്ര ആകെ ഒന്ന് മാറ്റിമറിച്ചിരുന്നു. ഇതുവരെ കണ്ട ബീച്ച് വൈബേ അല്ലായിരുന്നു. മൊത്തത്തില് ചിന്തകളെയും ചിന്താഗതികളെയും എല്ലാം മാറ്റിമറിച്ച് വന്നൊരു യാത്രയായിരുന്നു ഇന്നത്തെ ഈ ഹാഫ് മൂൺ യാത്ര. പോകുന്ന വഴിയിൽ കുറച്ചങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഒരു സൈഡ് ഫുള്ള് മരുഭൂമി പോലെ, അത് നല്ല വൈറ്റ് സാൻഡിലുള്ള മരുഭൂമി. കുറച്ചു നേരം അവിടെ നമ്മൾ പതുക്കെ പോയി സാൻഡൊക്കെ ഒന്ന് കണ്ടു. നല്ല വൈറ്റ് സാൻഡായിരുന്നു. ഇതിനോട് ചേർന്ന് തന്നെയാണ് കടലും ഉള്ളത്. ഓപ്പോസിറ്റ് സൈഡിൽ കടലാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ എന്ന് പറഞ്ഞാൽ മരുഭൂമിയാണ്, നല്ല വൈറ്റ് സാൻഡിലുള്ള മരുഭൂമി. കുറച്ചു നേരം ഞാൻ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു. നല്ല കാറ്റാണ് ഇവിടെ. നമ്മളിപ്പോൾ ഹാഫ് മൂൺ ബീച്ചിലേക്കാണ് പോകുന്നത്. ഹാഫ് മൂൺ ബീച്ച് വെസ്റ്റ്. അവിടെ നിറയെ ആളുകൾ ടെൻ്റൊക്കെ അടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഹാഫ് മൂൺ ബീച്ചിൽ കാണാം. അധികം നേരം അവിടെ നിന്ന് സമയമൊന്നും കളഞ്ഞില്ല, കാരണം നമുക്ക് ഇന്ന് തന്നെ റിയാദിലേക്ക് തിരിച്ചു പോകാനുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഹാഫ് മൂൺ ബീച്ചിലേക്ക് പോകാൻ കാറിലേക്ക് കയറിയിട്ടുണ്ട്. ഈ ഉച്ച സമയത്ത് ബീച്ചിൽ പോകുന്നത് നമ്മളൊക്കെ എല്ലാവർക്കും ഇല്ലേ? അന്ന് റാസ്തന്നൂർ പോയപ്പോഴും ഉച്ച സമയമല്ല, ഉച്ച സമയമായിരുന്നു. ഇവിടെ ഓക്കെ, പക്ഷെ ചൂട് സമയത്ത് ആട്ട ഉച്ചയ്ക്ക് പോകാൻ പറ്റില്ല. പിന്നെ അതുപോലെ നമ്മുടെ നാട്ടിലും പറ്റില്ല ആട്ട ഉച്ച സമയത്ത് ബീച്ചിൽ പോകാൻ. നമ്മൾ ഈ ഹാഫ് മൂൺ ബീച്ച് വന്നിട്ടില്ലല്ലോ ഇല്ലേ? ഹാഫ് മൂൺ ബീച്ച് കുറേ ഇല്ലേ വെസ്റ്റ് സൗത്ത്? നമ്മളിവിടെ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇവിടെ അല്ലല്ലോ വന്നിട്ടുള്ളത്. നമ്മളിവിടെ അല്ല വന്നിട്ടുള്ളത്, കാരണം ഈ ഒരു മരുഭൂമിയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ മരുഭൂമിയുണ്ട്. ദൂരെ കണ്ടു. അയ്യോ, എൻ്റെ ഫോണിൻ്റെ തന്നെ വൈറ്റ് സാൻഡ് എവിടെ? കുറച്ചും കൂടെ അടുത്ത് കാണാൻ പറ്റുള്ളൂ. മരുഭൂമിയും കടലും ഇല്ലേ? ഇത് കൊള്ളാലോ. ഖത്തറിലെങ്ങാണ്ടല്ലേ മരുഭൂമിയില് കടല് അല്ലേ? മരുഭൂമി മണലിലോട്ട് കടലിന്റെ തിരയടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇവിടെ മരുഭൂമി തീർന്നിരിക്കുന്നു. ഇനി അങ്ങോട്ട് ബീച്ചിന്റെ ഭാഗം. അത് ഹാഫ് മൂൺ ബീച്ച് വന്നപ്പോഴാണോ? ആണോ? ആണല്ലേ. കല്യാണി ബീച്ചിൽ ഇറങ്ങാനുള്ള പരിപാടിയില്ല. അപ്പം കുഞ്ഞിപ്പാൻ്റ് വേണമെന്ന്. നീ തൊപ്പിയും കൂടി കൊടുത്തേക്ക്.
കാറ്റ്. പാൻറ് ഇട്ടോ? പിന്നെ അവിടേക്ക് വെള്ളം അത് എന്തിന്റെ വകയാ? കല്ലു കല്ലു ചെരുപ്പ് ഊരിയിട്ട് ഇച്ചിരി ചെരുപ്പ് ഊരിക്കോ. എപ്പുറത്ത് ഇവിടെ കുഴപ്പമില്ലെങ്കിൽ. ആഹാ നല്ല തണുത്ത വെള്ളം. അല്ലേ? അത് കുറച്ചങ്ങോട്ട് പോകാം. അല്ല സൗത്ത് നേരെ ഏത് ഇഷ്ടപ്പെട്ട? രണ്ടും കൊള്ളാം. രണ്ടിന് രണ്ട് രീതിയിലുള്ള രസം. ഇവിടെ വെള്ളത്തിലേക്ക് അധികം ഇറങ്ങുന്നത് അലോഡൊന്നുമല്ല. പിന്നെ ഇവിടെ ഫുള്ള് പാറയാണ്, അതുകൊണ്ട് നമുക്ക് അതിങ്ങോട്ട് ഇറങ്ങാനും പറ്റില്ല, നന്നായിട്ട് കാല് നോവും. കുറച്ച് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പോലെ കുറച്ച് സ്ഥലം മാത്രമേ നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റത്തേ ഉള്ളൂ. ബാക്കി ഫുള്ള് പാറകളാണ്. ആ പാറയിലെല്ലാം മറ്റേ ഷെല്ലില്ലേ, അത് നന്നായിട്ടുണ്ട്. നന്നായിട്ട് അത് കാലിൽ കൊള്ളുകയും ചെയ്യും. ദ്വീപൊക്കെ വന്ന് കണ്ട ആ പാറ. ഇവിടെ നടക്കാൻ പറ്റില്ല, ഇവിടെ നടക്കാൻ പറ്റില്ല. ഇവിടെ അവര് വന്ന് എനിക്ക് തോന്നുന്നു ആ അതിന്റെ ഉള്ളിലില്ലടി. റെഡി. അതെന്നറിയാം, ഇവിടെ നന്നായിട്ട് പൊതയുന്നുണ്ട്. കാല് താന്നു പോകുന്നുണ്ട്. എനിക്കൊന്ന് അതുകൊണ്ട് അവരിട്ടതായിരിക്കും ചിലപ്പോൾ ഈ പാറകൾ. എനിക്ക് പുറത്തുനിന്ന് സാധനങ്ങളൊന്നും ഇല്ല ഇവിടെ. നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ അന്ന് അറ്റത്ത് ആരുമില്ല. വെള്ളം കടലെന്നൊക്കെ പറഞ്ഞു ഇത്ര എനിക്ക് ആ ബോട്ടിൽ പോണോടാ, കടലിലൂടെ. അവിടെ പോകാടാ.
ഇവിടെ വലിയ ഇതില്ലല്ലോ, പ്രശ്നമില്ല. പതുക്കെ പോകുന്നത്. പോകാം. പോകാം. ആ സ്പീഡ് ബോട്ട് വേണ്ട, അത് മതി. സ്പീഡിൽ പോകാൻ പേടിയാ. അതാണ്ട് ആ ഉള്ളിലൂടെ കയറുന്നത്. നല്ല രസമുണ്ട് ഇല്ലേ? വലിയ തിരയില്ല, അന്ന് ചെറിയ തിരയാണ് ഇല്ലേ? ഒരോളം പോലെ. ധൈര്യമായിട്ട് പിള്ളേർക്ക് ഇന്നലെ കല്യാണിയുടെ ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇതെല്ലാം കേൾക്കും എല്ലാവരും ഇല്ലേടാ? ഇത് വേറെ സംഭവം. नहीं 200 का ए वाला ഹലോ, ഇതോ അതെന്താ നമ്മൾക്കറിയില്ല. മനു ഇതോ ഇത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇടുന്നു. നമ്മൾ പിടിച്ച വേണം കേട്ടോ. അതോ ചുമ്മാ ഒരു സേഫ്റ്റി ഒക്കെ സേഫ്റ്റിക്ക്. चाहिए था अपने मोबाइल से ब्लूटूथ कनेक्टेड करो। मोबाइल पे अपने मोबाइल पे हाँ गाना चालू करना है तो नहीं मुश्किल है പാട്ടുണ്ടെങ്കിൽ ബ്ലൂടൂത്തിൽ നിങ്ങളെ കാണുന്നില്ലല്ലോ.
കല്ലു പേടിക്കണ്ട കല്ലു. ചില പപ്പടം എടുത്ത് പോയിരിക്കുന്നോ? ആ ഓക്കെ. നമ്മൾ തിരിച്ചു പോകും. കുറച്ച് നേരം നമ്മൾ കടലിലൂടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട്. ആ അത് സേഫ്റ്റി ഇത് നല്ലതാ. ഇത് വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ സേഫ്റ്റി ഇല്ലാണ്ട് നമ്മൾ അറിയില്ല. ചിരിച്ചേ. ഇവിടെ വന്നിട്ട് ടൈറ്റാനിക്കിലെ ടൈറ്റിൽ സോങ് ഒക്കെ പാടാൻ തോന്നുന്നില്ലേ? അതെ, ഒരു പാട്ട് പാടുമോ? എനിക്കറിയില്ല. കല്യാണി പാടും. കല്യാണി പറ. every night in my പറ പറ. കല്യാണിയുടെ സൗണ്ട് പോലും ഭയങ്കര കൊച്ചതായിട്ട് എഴുതുള്ളൂ. അത്രയും പേടിച്ചിട്ടിരിക്കുകയാണ്. നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ഇല്ലേ? ബീച്ചിൽ ഇങ്ങനെ കാഴ്ചകൾ കണ്ടിരുന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ബോട്ടിന്റെ ഇതൊക്കെ കണ്ടത്. അപ്പൊ ഇങ്ങനെ ഇല്ലേ എപ്പോഴും കിട്ടുന്ന ഒരു ഭാഗ്യമല്ലല്ലോ. അപ്പൊ എന്തായാലും ഒന്ന് കേരളത്തിൽ വിചാരിച്ചിട്ട് വന്നു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടേക്ക് വന്നപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇങ്ങനൊരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന്. കല്യാണി ആദ്യം കുറച്ചു നേരം പേടിച്ചൊക്കെ ഇരുന്ന് ഇതാ പിന്നീട് എണ്ണീറ്റും ഒക്കെ എൻ്റെ കൂടെ ഇന്ന് എന്തൊക്കെയോ പറയുകയും കളിക്കുകയും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ ഇങ്ങനെ കടലിലൂടെ പോകുന്ന ഫുള്ള് ടൈറ്റാനിക് സിനിമ ഓർമ്മ വരുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എന്തായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര എന്ത് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. ഇതൊന്ന് 20-25 മിനിറ്റ് ആയിരുന്നു. നല്ല അടിപൊളിയായിട്ട് നല്ല രസമുണ്ടായിരുന്നു കടലിലൂടെ. പിന്നെ ഇവിടുത്തെ കടലിൽ അങ്ങനെ വലിയ അടിച്ച തിരമാല അങ്ങനൊന്നുമില്ല, ചെറിയ ഓളം പോലെയൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പേടിയോ അങ്ങനൊന്നും തോന്നുന്നില്ലായിരുന്നു. കല്യാണിയുടെ പേടിയൊക്കെ മാറി കല്യാണി എണ്ണീറ്റ് നിന്നു. ഇതാ കണ്ടോ കല്യാണി എഴുന്നേറ്റ് നിന്നു. അങ്ങനെ നമ്മള് തിരിച്ചെത്തി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സൂപ്പർ. ശരി, ഇനി ഇറങ്ങട്ടെ. ഇല്ല അവരവിടെ നിർത്തട്ടെ. എങ്ങനെയുണ്ടായിരുന്നു കല്യാണി? ഇഷ്ടപ്പെട്ടോ? കല്യാണി നിന്റെ ബിസ്ക്കറ്റ് ടീച്ചറിനെ പോലെ ഒരു ചേച്ചി. അതെങ്ങനെയാ കല്ലു അങ്ങോട്ട് അടുപ്പിക്കാൻ വേണ്ടിട്ട്. ഇവിടെ വെള്ളമില്ലടാ കല്ലു, ഇച്ചിരി വെള്ളമേ ഉള്ളൂ ഇവിടെ. യെസ്, ഇറങ്ങാം. വെയിറ്റ് ചെയ്യ്. നീന്തണോ? സിംഗിളോ? പക്ഷെ മോളിൽ കയറാൻ പറ്റില്ലല്ലോ സിംഗിള്.
നല്ല ഡ്രൈ ആണ്. ഒന്നും കൂടി മഴ പോയാലേ പേടി വരത്തേ ഉള്ളൂ. കല്യാണി ആദ്യം പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എത്താനായ കൊണ്ട് ഒന്നും കൂടെ പോകുമ്പോ പേടി ഉണ്ട്. ആണോ? കല്യാണി പേടിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ അനങ്ങാതെ നിൽക്കായിരുന്നു. കല്യാണി സൗണ്ട് പോലും പുറത്തു വരുന്നില്ലായിരുന്നു. പക്ഷെ കുറച്ചിങ്ങോട്ട് പോയി കുറച്ചായി കഴിയുമ്പോഴത്തേക്ക് കല്യാണി എണീറ്റൊക്കെ നിൽക്കാൻ തുടങ്ങി. കല്യാണിന്റെ പേടിയൊക്കെ മാറി കല്യാണി ഫുൾ എണീറ്റ് നിൽക്കായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, കല്യാണി പേടി മാറിയോ? ഇല്ല, ഒന്നുകൂടെ പോയാലേ പേടി മാറത്തേ ഉള്ളൂ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ മനു? എങ്ങനെ ഉണ്ടായിരുന്നടാ? എന്തോ കണ്ട് അങ്ങനെ നമ്മൾ ഈ ഹാഫ് മൂൺ ബീച്ച് ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾ എപ്പോഴും എനിക്കൊന്ന് ഇത് വെസ്റ്റ് സൗത്തിലാണ് പോകാറ് എപ്പോഴും. ഇവിടെ പക്ഷേ കടലിലേക്ക് അധികം ഇറങ്ങാൻ പറ്റില്ല, നല്ല പാറകൾ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലുള്ള എക്സ്പീരിയൻസ് അടിപൊളിയിട്ടുണ്ട്. സ്പീഡ് ബോട്ട് ഉണ്ട്, പിന്നെ വേറൊരു ബോട്ട്, പിന്നെ മറ്റേ എന്താ എനിക്ക് എൻ്റെ ഒന്നും പേരറിയത്തില്ല കേട്ടോ. മറ്റേ നമ്മുടെ 2 വീലറൊക്കെ പോലത്തെ കടൽ. എടാ അതിന്റെ പേരെന്താ? നമ്മുടെ ബൈക്കൊക്കെ പോലെ കടലിൽ പോകുന്ന സാധനത്തിന്റെ പേരെന്താ? അല്ലല്ല, ബൈക്ക് പോലെ സ്പീഡ് അല്ല, അത് നമ്മൾ പോയ സ്പീഡ് ബോട്ട്. മറ്റേ നീ പറഞ്ഞില്ലേ 2 പേർക്ക് മാത്രം കയറാൻ പറ്റുന്നേ, പേരറിയില്ല. അപ്പൊ നിനക്ക് മനസ്സിലായല്ലോ, പേരറിയില്ലല്ലോ അല്ലേ? അറിയാവോ എന്താ സ്പീഡ് റൈഡ്? ബൈക്ക് വാട്ടർ എന്ന് കല്യാണി അതിന് പേരിട്ടിട്ടുണ്ട്, ബൈക്ക് വാട്ടർ കേട്ടോ. അങ്ങനെ ആ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ഇത് ഹാഫ് മൂൺ ബീച്ച് വെസ്റ്റ് ആണ് ഇല്ലേ? അപ്പൊ ശരി, പറ. അപ്പൊ എന്റെ ഫാൻസിന് ബൈ, സീ യു ടുമോറോ. കല്യാണി നിനക്ക് ഫാൻസ് ഇല്ലല്ലോ? ഫാൻസ് ഉണ്ടോ? ആഹാ, എന്റെ കല്യാണിക്കുട്ടിക്ക് ഫാൻസ് ഉണ്ടോ? എത്ര ഫാൻസ് ഉണ്ടെന്ന് പറയണേ എന്റെ കല്യാണിക്കുട്ടിക്ക്. എന്തോ അമ്മയോ? ആ അമ്മ, ഞാനിപ്പൊ തട്ടി അവിടെ താഴെ കിടന്നേന്. എന്തോ താഴെ നോക്കി നടക്കണം. സത്യമാണ്, താഴെ നോക്കി നടക്കണം. ക്യാമറ നോക്കി നടന്ന് ഇങ്ങനെയൊക്കെ ഇരിക്കും, താഴെ വീഴും. അപ്പൊ ശരി, നോക്കട്ടെ, ഇവിടെ വേറെ കാഴ്ചകളുണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇവിടേക്ക് ഇങ്ങനെ ഓരോന്ന് കെട്ടിയിട്ടുണ്ട്, നമ്പറുണ്ട്. ഇവിടുന്ന് കൂപ്പൺ എടുക്കുക, അവിടെ പോയി ഇരിക്കാനൊക്കെ പറ്റും. അമ്മയെ കൈ പിടിക്കൂ എന്നൊക്കെ പറഞ്ഞ് നടക്കണം. ഇവിടെ കുട്ടികൾക്കൊരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. മറ്റേ സീസോ, സ്ലൈഡർ, ഊഞ്ഞാല്, ഇതൊക്കെ ഉണ്ട്. എന്തോ മോനെ, എവിടെ പോവാന്ന്? കല്യാണിക്ക് വെള്ളത്തിൽ കളിക്കാനാണ് ഇഷ്ടം. കല്യാണി പറയണ ബീച്ചിലോട്ട് പോകാം. അപ്പോൾ കുറച്ചേരം ബീച്ചിൽ പോകണോടാ? കുറച്ചേരം ബീച്ചിൽ പോകണോ? അതിന് കുറച്ചേരം കൂടി കളിക്കണമെന്ന്. ഇല്ലില്ല, എന്താ നല്ല വെയിലുണ്ട്. എനിക്ക് തോന്നുന്നു എപ്പോൾ തെമ്മാൻ വന്നാലും ഞങ്ങൾ ഈ ഉച്ച സമയത്തായിരിക്കും ബീച്ചിൽ വരുന്നത്. ഒരു പ്രാവശ്യം മാത്രം രാത്രിയായിപ്പോയി. ഇപ്പം ഉച്ചയ്ക്ക് വന്നു. കഴിഞ്ഞ പ്രാവശ്യം റാസ്തന്നൂർ ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും നട്ടുച്ച സമയമായിരുന്നു. 12:30 1 മണി സമയത്ത് ബീച്ചിൽ പോയി. 2:30 ആയപ്പോൾ തിരിച്ചിറങ്ങി. ഇപ്പം സമയം എന്തായി? 1 മണി. ഇപ്പോൾ 1 മണി സമയം. നമ്മൾ 12 മണിക്ക് വന്നു ഇവിടെ അല്ലേ? 12 മണിക്ക് വന്നതാ. ഇപ്പോൾ 1 മണിയായിട്ടുണ്ട്. ഞങ്ങൾ ലഞ്ചൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. എനിക്കെന്തോ ചോറ് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര സങ്കടം. എന്തോ എൻ്റെ അമ്മയുടെ കയ്യിലുണ്ട് നമ്മുടെ ഗ്ലാസ്. നല്ല വെയിലാണ്. അതല്ലേ അമ്മയുടെ ഫോണല്ലേ ഇതാണ്ടത്. ഏത് സെല്ല്? ഓ സെല്ല് പോക്കറ്റില്. അമ്മ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ പുതിയ കാഴ്ചകളൊന്നും കണ്ടില്ല. അപ്പോൾ നേരെ നമ്മൾ നേരെ റിയാദല്ലേ? ഇനിയിപ്പോൾ നേരെ റിയാദ് പോവാം. ഇതിൻ്റെ ഇടയ്ക്ക് ഇരുട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ട് റെഡ് സാൻഡിൽ ഇറങ്ങും.
അതെല്ലാ വർഷവും റെഡ് സാൻഡിൽ ഇറങ്ങുന്നത്. അതുകൊണ്ട് എന്തായാലും റെഡ് സാൻഡിൽ ഇറങ്ങും ഇനി. ഇരട്ടിയില്ലെങ്കിൽ മാത്രം കേട്ടോ, ഇരട്ടിയാൽ ഇറങ്ങൂല. ഇറങ്ങുകയാണെങ്കിൽ അവിടുത്തെ കാഴ്ച ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഞാനൊരു ട്രാവൽ വീഡിയോ റിയാദ് ടു ദമ്മം ഇടണം, അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം ശരി, ഓക്കെ, ബൈ. കല്യാണിക്ക് എന്തോ പറയണമെന്ന് പറഞ്ഞു. അപ്പം ഓക്കെ, പറയോ എന്താ? ഇന്ന് പുതിയൊക്കെ വീഡിയോക്ക് അപ്പൊ എല്ലാവർക്കും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ചെയ്യാനും സബ്സ്ക്രൈബും ചെയ്യാനും ഒന്നും മറക്കാതെ കേട്ടോ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങിയിട്ടുണ്ട്. ഇനി പോകുന്ന വഴി ലഞ്ചൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പോകുന്ന വഴി എവിടെയെങ്കിലും നിർത്തി ലഞ്ച് കഴിക്കണമെന്നാണ് ഒക്കെ പ്ലാൻ ചെയ്തത്. പക്ഷെ പ്ലാനിങ് ഒക്കെ ഒന്നും നടക്കാറില്ല. പോകുന്ന വഴി ഇത്രയൊക്കെ കയറി ഒരു 5 മണിക്കാണ് ലഞ്ച് കഴിച്ചത്. അപ്പോൾ ശരി, ഓക്കെ, ബൈ.